ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വർത്തമാനം? അപ്പോൾ മടിയെല്ലാം മാറ്റി വെച്ച് ഞാനിതാ ഊട്ടി വ്ളോഗ് എഡിറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. 6 മണിയാണ് പറഞ്ഞത്, പക്ഷേ 6:30 ഇറങ്ങി ഞങ്ങൾ ഇടക്കര എത്തി. ചെറുതായിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരുന്ന് കാണിച്ച് തരണമല്ലോ. നല്ല പൊടിയാണ് ഗൈസ്, അപ്പോൾ പിന്നെ കൂളിംഗ് ഗ്ലാസ് വയ്ക്കാതെ നിവർത്തിയില്ല. അങ്ങനെ നമ്മുടെ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിരിക്കുന്നു. ചുരം കയറാൻ അത്രയേ ഉള്ളൂ. വീഡിയോ ഫോണിൽ സ്റ്റോറേജ് കുറവാണ്, അപ്പോൾ അതൊക്കെ മതി. പിന്നെ നമ്മൾ നേരെ നാടുകാണി എത്തിയപ്പോൾ ചായ കുടിക്കാമെന്ന് വെച്ചു. രാവിലെ മുതൽ നല്ല രീതിക്ക് ഫുഡിൻ്റെ കാര്യം നല്ല പാളലാണ് കേട്ടോ. ദോശേൻ്റെ കൂടെ മുട്ട റോസ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ ദോശ മുട്ടയിട്ടിട്ട് റോസ്റ്റാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തൊരു ചെറിയ വിഷമമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പിന്നോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞു, കാരണം ഒറ്റയ്ക്ക് ഓടിക്കാൻ കഴിയില്ല. നേരത്തെ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്, പക്ഷെ ഞാൻ മടിച്ചതുകൊണ്ട് ഞാൻ അതിനൊന്നും വീണില്ല. ഞാൻ അതൊന്നും പറഞ്ഞു ടൈപ്പ് കാണിച്ച് ഞാൻ ഓടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിർത്തി റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ ആട്ടെ ഞങ്ങൾ പോയത്. ഞങ്ങൾ ധൃതിയൊന്നുമില്ലല്ലോ, മെല്ലെ വീട്ടിലേക്ക് എത്തിയാൽ മതിയല്ലോ. അപ്പോൾ പോണ വഴിക്ക് എനിക്ക് മാഗി തിന്നാൻ ഭയങ്കരമായ കൊതി. അപ്പോൾ ഇതായി ഒരു കുഞ്ഞ് കടയിൽ കയറി ആദ്യം തന്നെ മാഗി തിന്നാൻ റെഡി ആയിട്ടോ. കുഴപ്പമില്ലാത്തൊരു മാഗിയാണ്, വലിയ മസാലയൊന്നുമില്ല, സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാഗി. പക്ഷേ എനിക്ക് ഊട്ടിയത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു രീതി ഉണ്ടല്ലോ, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത്, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ ഇത് കാട്ടുപോത്താണ് എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് എനിക്കറിയില്ല, എന്നോട് അങ്ങനെയാട്ടോ പറഞ്ഞത്. അങ്ങനെ ഈ ഡാമൊക്കെ കണ്ട് നമ്മൾ നേരെ വിട്ടു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്താണ്, ചെടി പറിക്കുക. ഇത്രയും നേരം അവിടെ പറിച്ചുകൊണ്ട് നാളെ വേഗം വീഡിയോ എടുക്കേണ്ടപ്പോൾ അടങ്ങി നിൽക്കാം. ഇപ്രാവശ്യം നമ്മൾ പാർക്കിലോ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമല്ല പോയത്, കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിലൂടെ കൂടെ ആട്ടോ പോയത്. കാരണം ഒരുപാട് വീഡിയോസ് കണ്ട് കൊത്തിയായിട്ട് പോയതാണ്. അപ്പോൾ ഇതാ നമ്മളും കണ്ടു കുറേ ക്യാരറ്റും കിഴങ്ങും ബീട്രൂട്ടും ക്യാബേജും ഒക്കെ കുറേ കണ്ടു കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച കണ്ട് നിൽക്കുമ്പോൾ ട്രാക്ടർ വന്നപ്പോൾ അവിടെ ഒരു വീഡിയോ എടുത്തു. എനിക്ക് ഇന്ന ലൊക്കേഷനൊന്നുമില്ല, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു വഴികൾ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറ്റി അങ്ങനെ പോവുകയാട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും സംഭവം നല്ല അടിപൊളി ഒരു യാത്ര തന്നെയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചുള്ള ഊട്ടി യാത്ര കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശക്കാൻ തുടങ്ങി. ഒരു ഹോട്ടൽ കണ്ട് കയറിയതാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, ഫുഡ് വലിയൊരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ വേണം പറയാൻ. ബാക്കിയായിരുന്നു ഫുഡൊക്കെ കേട്ടോ. അപ്പോൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ വിട്ട് ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയിട്ടോ. നല്ലൊരു ഇത് മിക്കപ്പോഴും ഞങ്ങൾ കയറുന്നൊരു സ്ഥലം തന്നെയാണ്. കൃഷിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെ കേട്ടോ. അവിടെ നിന്ന് പിന്നാണ്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ നാട്ടിലെത്തും വരെ മഴ നിന്നിട്ടില്ല. നാട്ടിലെത്തിയിട്ടും മഴ നിന്നിട്ടില്ല. അപ്പോൾ കോട്ടിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. പിന്നെ പോണ വഴിക്ക് എനിക്ക് കമ്പം തിന്നാൻ കൊതിയായിട്ട് വേറൊരു കുഞ്ഞ് ഇതേപോലത്തെ കടയിൽ പോയിട്ട് കമ്പം തിന്നു. എനിക്ക് ഈ ചുട്ട കമ്പാട്ടോ കൂടുതലിഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം? എനിക്കതാണ് കൂടുതലിഷ്ടം. അതാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളതും. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ തിന്ന് നല്ല ആസ്വദിച്ചിരുന്ന് തിന്നെയാണ് കേട്ടോ, നല്ല വൈബായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കാൻ നിന്നു. ഇനിയിപ്പോൾ ഒരുപാട് നേരം വഴികണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കൂടല്ലൂർ എത്താനായപ്പോഴാണ് ഇതാ ഈ ഒരു കാഴ്ച. മഴ പെയ്തിട്ട് നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു മാഗിയൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു. അവിടെയും കുഴപ്പമില്ല എന്ന് പറയാം. നമുക്ക് ഇന്നത്തെ ദിവസം ഫുള്ളൊരു പാളൽ തന്നെയാണ്. അപ്പോൾ വായിക്കൂടെ പുക വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ വായിക്കൂടെ പുക വരുന്നതാണ്. എന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കാൻ ഇഷ്ടമാണെന്നല്ല കേട്ടോ. അപ്പോൾ കുറച്ച് എസ്തെറ്റിക് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വിട്ടു. കണ്ടില്ല, അവിടുന്ന് കോട വരുന്നതാണ്, പക്ഷേ ഇതിൽ ബ്രൈറ്റ്നെസ് കൂടിപ്പോയി, അത് നല്ല മര്യാദയ്ക്ക് കിട്ടില്ല. പിന്നെ ഇന്ന് പുക വരുന്നതാകുമ്പോൾ നമുക്കൊരു പിന്നെയും പുക വരാനുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ, ആ ത്വരയിൽ ഞാൻ കുറച്ച് നേരം കൂടെ പുക വിട്ടു. അത് കഴിഞ്ഞിട്ട് മാഗി കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഒരു വണ്ടീൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വണ്ടീൻ്റെ വീഡിയോ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പോയപ്പോൾ ഇതാണ് റോഡിലത്തെ അവസ്ഥ. അടിപൊളി എന്ന് പറഞ്ഞാൽ പോലെ അടിപൊളി. നല്ലൊരു ഇളം മഴ, അതായത് മഴ ചാറ്റലും പിന്നെ നല്ലൊരു ഇളം തണുപ്പും ഒക്കെ ആയിട്ട് നല്ല കോടയൊക്കെ ആയിട്ട് നല്ല വൈബായിട്ട് തന്നെ പോയി വന്നിട്ട് ഞങ്ങളൊരു വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് നേരെ വീട്ടിലേക്ക് വിട്ട് ഒരു 6:30 ആയപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ എത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.